ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ബബിതയ്ക്ക് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് കൊടുത്തല്ലോ. അപ്പോൾ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നമ്മുടെ ബബിത മോൾ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ബബിതയാണെങ്കിൽ ഭയങ്കര ദേഷ്യഭാവത്തിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അലീന ഇച്ചിരി മെരുക്കിയെടുക്കാനൊക്കെ ആയിട്ട് ചെല്ലുന്നു. ആ സമയം ഈ ഗിഫ്റ്റ് വാങ്ങിക്കാതിരുന്നപ്പോൾ അലീന അത് നിർബന്ധിച്ച് കയ്യിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഇത് എനിക്ക് പകരത്തിന് മേടിച്ച് തന്നതാണോ എന്ന് ബബിത ചോദിക്കുമ്പോൾ പകരത്തിനോ? അപ്പം നീ എനിക്ക് കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് തന്നിരുന്നല്ലോ, ഞാൻ നിനക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും വാങ്ങിച്ച് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഞാനൊന്ന് ഡ്രസ്സ് കയറി കളഞ്ഞത് കൊണ്ട് വാങ്ങിച്ച് തന്നതല്ലേ എന്ന് ചോദിക്കുക. അതുപോലെ ബബിതയായും അലീനയായിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സംസാരത്തിൻ്റെ ഇടയിൽ പണ്ട് ബബിത അലീനയെ ദ്രോഹിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അതെല്ലാം അലീനയും പറഞ്ഞു. അതെ, ഞാനിവിടെ വന്ന നാൾ മുതൽ ഒരുപാട് ദ്രോഹം നീ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. നിൻ്റെ അമ്മയുടെ കൂടെ കൂടി എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാനൊരു പ്രശ്നമായി എടുത്തിരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അലീന കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് പറയുക. അതുപോലെ തന്നെ ബബിതയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അപ്പോൾ അന്ന് ബബിത അലീനയോട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ബബിത തന്നെ അലീനയോട് എടുത്ത് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അലീന പറഞ്ഞു, അതൊന്നും നീ കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം അന്ന് നീ എന്നെ എത്രത്തോളം ദ്രോഹിച്ചോ അതിൻ്റെ 10 ഇരട്ടി സ്നേഹം നിന്നിൽ നിന്ന് പിന്നീട് എനിക്ക് കിട്ടി. ഒരു ചേച്ചി എന്നുള്ളൊരു പരിഗണന നീ എനിക്ക് തന്ന് എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്തു. നീ ദ്രോഹിച്ചതിനേക്കാളും നീ എന്നെ വേദനിപ്പിച്ചതിനേക്കാളും ഒക്കെ വില നീ എന്നെ സ്നേഹിച്ചതിനാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞു പോയതൊന്നും എൻ്റെ മോളിനി പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ നീ എന്നെ സ്നേഹിച്ചതിന് ഒരു കാരണവുമില്ല. കാര്യങ്ങളൊന്നും അറിയാതെ ഒന്നും മനസ്സിലാക്കാതെയാണ് നീ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. ആ ഒരു സ്നേഹത്തിന് ഞാൻ ഒരുപാട് വിലയിട്ടിട്ടുണ്ട് കേട്ടോ എന്ന് അലീന ഇങ്ങനെ ബബിതയോട് പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ബബിത ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം അലീന ചേച്ചി കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, അലീന ചേച്ചി ഒന്ന് പോവല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറയാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് കടങ്ങളൊക്കെ വീട്ടുകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബബിത ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ എവിടുന്ന് എങ്ങോട്ട് പോയാലും ആരുടെ അടുത്താണെങ്കിലും നിങ്ങളാരും എൻ്റെ കൂടപ്പിറപ്പുകളല്ലാതെ ആകുന്നില്ലല്ലോ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടപ്പിറപ്പുകളാണെന്നും ഇതെൻ്റെ വീടാണെന്നും എൻ്റെ അച്ഛനാണെന്നും അങ്ങനെയൊക്കെ അലീന ഇങ്ങനെ പറയുക. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമെന്നൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞു. പിന്നെ അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. കാരണം അലീന ചേച്ചി പോകുന്നത് എങ്ങോട്ടാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല, അവിടെയുള്ള ആൾക്കാരെങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ പറയുമ്പോൾ ആരായിരുന്നാലും പോകുന്നത് നിൻ്റെ അലീന ചേച്ചിയല്ലേ, അതുകൊണ്ട് അലീന ചേച്ചി ഇങ്ങോട്ട് വരുമെന്ന് തന്നെ നീ ഉറച്ച് വിശ്വസിച്ചോ എന്ന് അലീന ഇങ്ങനെ ബബിതയോട് പറയുന്നു. അതുവരെ ബബിത അലീന പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കരയാതെ പിടിച്ച് നിൽക്കുവാണ്. അങ്ങനെ അനീത്തിക്കുട്ടിയോട് കുറേ സംസാരിച്ചു. അതിനുശേഷം തൻ്റെ ഉള്ളിലുള്ള സ്നേഹമൊക്കെ പറഞ്ഞു. പിന്നെ ആ വീടിനെക്കുറിച്ച് പറഞ്ഞു, രോഹിത്തിനെക്കുറിച്ച്, അതുപോലെ ബബിതയെ കൃഷ്ണമോളെ പറ്റി ഇവരെയൊക്കെ നോക്കണമെന്ന് ബബിതയോട് പറയണു. അങ്ങനെ എല്ലാം പറഞ്ഞ് ബബിതയെ ഏൽപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീന, അതെ ഞാൻ അവർക്കും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത അവിടെ നിന്ന് ഒരൊറ്റ കരച്ചിലായിരുന്നു, ചങ്ക് പൊട്ടുന്ന വേദനയോടെയുള്ള കരച്ചിൽ. കാരണം അലീന പോകുന്നതിൻ്റെ ആ ഒരു വേദന, ഇപ്പം അലീന പറഞ്ഞതിൻ്റെ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ തളം കെട്ടിക്കിടന്നത് മുഴുവനും കരഞ്ഞങ്ങ് തീർക്കുകയാണ് നമ്മുടെ ബബിത, അലീനയോ അല്ലെങ്കിൽ മറ്റാരും അറിയാതെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അലീന രോഹിത്തിൻ്റെ അടുത്തും കൃഷ്ണമോളുടെ അടുത്തും ഒക്കെ ചെല്ലുക. അവർക്ക് ചെന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം അവരോടും കുറേ സംസാരിക്കുന്നു. രോഹിത്തിനോടാണെങ്കിലും ഇനി അങ്ങോട്ട് എങ്ങനെ വേണമെന്നും അതുപോലെ തന്നെ പെങ്ങന്മാരെ നോക്കണം, വീട് നോക്കണം, അച്ഛനെയും ഒന്ന് വേദനിപ്പിക്കരുത്, പിന്നെ അതുപോലെ തന്നെ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി, ഇവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിനെ പറ്റി ഇതെല്ലാം എങ്ങനെ സംസാരിക്കാം. ഇതൊക്കെ കേട്ട് രോഹിത്ത് പറഞ്ഞു, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ചേച്ചി ഇവിടെ നിന്ന് പോകുന്നതോടുകൂടി എല്ലാം ശരിയാകുമെന്നാണോ ചേച്ചി വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലും ഇല്ല. ചേച്ചി ഇവിടുന്ന് പോകുന്നതോടുകൂടി എല്ലാം ശരിയാകുമെന്നുള്ള ധാരണയൊക്കെ തെറ്റാണെന്നൊക്കെ രോഹിത്തും പറഞ്ഞു. അങ്ങനെ രോഹിത്ത് ചെയ്ത കാര്യങ്ങളും അതിനുശേഷം രോഹിത്ത് പിന്നീട് അലീനയ്ക്ക് കൊടുത്ത സ്നേഹവും ഇതെല്ലാം അലീന രോഹിത്തിനോടും പറഞ്ഞു. ഗിഫ്റ്റൊക്കെ കൊടുത്തതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെന്നു. കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് കൃഷ്ണമോൾ ഭയങ്കര കരച്ചിൽ. അപ്പോൾ കൃഷ്ണമോളോടും അലീന ഇത് തന്നെയാണ് ആവർത്തിച്ചത്. അപ്പോൾ ഞാൻ ആരാണെന്ന് എന്താണെന്നും ഒന്നും അറിയാതെ എല്ലാവരും എന്നെ സ്നേഹിച്ചു, എന്നെ ഒരുപാട് എന്നാ പറയുക കൂടെ കൊണ്ട് നടന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇടറിയ വാക്കുകളോടുകൂടി അലീന ഇങ്ങനെ പറയുക. അപ്പോൾ ചേച്ചി ആരാന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ അലീന ഇങ്ങനെ കൃഷ്ണമോളെ ഇങ്ങനെ നോക്കിയിട്ടോ, ചേച്ചി ഞങ്ങളുടെ ചേച്ചിയാണ്, ചേച്ചിയോളം മറ്റാർക്കും ആ ഒരു സ്ഥാനത്ത് വരാൻ യോഗ്യതയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൃഷ്ണമോളും പറയുന്നു.
അങ്ങനെ കൃഷ്ണയും അലീനയും കൂടെ കുറേ സംസാരിച്ചു. ചേച്ചി ഇവിടുന്ന് പോയാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത് വരില്ലല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത്. അങ്ങനെ പിന്നെ അലീന ബബിതയോട് പറഞ്ഞ പോലെ തന്നെ കൃഷ്ണമോളോടും പറയുന്നു. പിന്നെ കെട്ടിപ്പിടിച്ച് കുഞ്ഞനീറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് അലീന ഇങ്ങനെ ഇവരുമായിട്ട് സംസാരിക്കുന്നു. ഇതേ സമയം നമ്മുടെ ബാലേട്ടനാണെന്നുണ്ടെങ്കിൽ മുറിയിൽ ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ്റെ ഫോണിലേക്ക് സ്റ്റാൻലി വിളിക്കുകയാണ്. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, ഞാൻ സ്റ്റാൻലി ജോസഫ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാൻ പറഞ്ഞോളാൻ പറഞ്ഞു. എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുത്തോ എന്ന് ചോദിക്കുമ്പം ഞാൻ തീരുമാനം എടുത്തു. എന്താണ് ആ തീരുമാനം എന്ന് ബാലേട്ടൻ ചോദിക്കുക. ആ സമയത്ത് അലീനയെ കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് സ്റ്റാൻലി ഇങ്ങനെ ബാലനോട് പറയുവാണ്. അപ്പോൾ പൂർണ്ണ സമ്മതത്തോടെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണോ നിങ്ങൾ ഈ തീരുമാനം എടുത്തത് എന്നിങ്ങനെ ബാലേട്ടൻ ചോദിക്കുമ്പോൾ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണെന്നും അവൾ എൻ്റെ മകളാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് താൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് സ്റ്റാൻലി നമ്മുടെ ബാലനോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ കൊണ്ടുപോയിട്ട് അത് ആരെയൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു, അതൊക്കെ കാണിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കാണിക്കാനുള്ള സമയവും സന്ദർഭവും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ മോളെ എനിക്ക് കൊണ്ടുപോകുന്ന കാര്യം അത് ബാലനോട് പറയണ്ടേ? ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണ്ടേ എന്നിങ്ങനെ സ്റ്റാൻലി ചോദിക്കാം. അത് വേണമെന്നും പറഞ്ഞു ബാലേട്ടൻ. അപ്പോൾ എന്തായാലും എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നത്തേക്കാണ്, എങ്ങനെയാണ്, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ എന്താണെങ്കിലും ഒത്തിരി നീണ്ടുപോകില്ല, കുറഞ്ഞാലൊരു 2-3 ദിവസം, അതിനുള്ളിൽ ഞാൻ എന്തായാലും അവളെ കൊണ്ടുപോയിരിക്കുമെന്ന് ഇങ്ങനെ പറയണു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് വിഷമമായി നമ്മുടെ ബാലേട്ടന് ഭയങ്കര സങ്കടമായി. ബാലേട്ടൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീന പോവുകയാണെന്നുള്ളത് ബാലേട്ടന് മനസ്സിലായി. ശരി, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പോകേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങോട്ടാണ് വരേണ്ടതെന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി, ഞാൻ അവളെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സ്റ്റാൻലി ഇങ്ങനെ അവിടെ ഒരു നെടുവീർപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ബാലേട്ടൻ അതിനേക്കാളും നെല്ലി വീഴുന്ന നെടുവീർപ്പിട്ട് ഇവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അലീന റൂമിലേക്ക് വന്നു ബാലേട്ടനെ കാണാൻ. അപ്പോൾ ബാലേട്ടൻ്റെ അരികിൽ അലീന വന്നപ്പോൾ ബാലേട്ടന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ. എന്തു പറ്റി അച്ഛാ? അച്ഛനെന്താ ആകെ ഒരു ടെൻഷൻ പോലെ, ആകെ വല്ലാണ്ട് നിൽക്കണ എന്താ? അത് പിന്നീട് മോളെ, ഞാനൊന്ന് പോയി കണ്ടില്ലായിരുന്നു നിന്നെ കൊണ്ടാക്കാനുള്ള വീട്ടുകാരുടെ കാര്യം ഞാൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അവർ വിളിച്ചോ? എന്നോട് ചെല്ലാൻ വല്ലതും പറഞ്ഞോ അച്ഛാ എന്നൊക്കെ അലീന ചോദിക്കുമ്പം അവരിപ്പോൾ വിളിച്ചായിരുന്നു, അവർക്ക് കുഴപ്പമൊന്നുമില്ല, നീ നിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, 2-3 ദിവസം കൊണ്ട് എല്ലാം ഓക്കെ ആക്കാമെന്ന് അവർ പറഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ അലീനയുടെ മുഖം വല്ലാണ്ട് അങ്ങ് വാടി. അപ്പോൾ ബാലനാണെങ്കിൽ ശബ്ദം പോലും ശരിക്കും സംസാരിക്കാനായിട്ട് കിട്ടുന്നില്ല, അലീന പോകുന്ന ആ ഒരു ഇതിൽ. അപ്പോൾ എല്ലാം റെഡിയായല്ലേ എന്ന് അലീന ചോദിക്കുമ്പം ആയെന്ന് അയാൾ എന്ന് പറഞ്ഞ് ബാലൻ ഇങ്ങനെ നിൽക്കുക. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ? ഇനി വല്ല ആവശ്യമുണ്ടോ നിനക്ക്? പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും മേടിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പം അതൊന്നും അല്ല, എനിക്ക് വൈജയന്തി മേഡത്തിനോട് ചെന്നൊന്ന് യാത്ര പറയണം, പിന്നെ അവിടെയുള്ള എല്ലാവരോടും എനിക്ക് യാത്ര പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയുക. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വൈജയന്തിയോട് നീ എന്തിനാ യാത്ര പറയുന്നത്? നീ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവളല്ലേ അവൾ, പിന്നെയും അവളുടെ മുന്നിലേക്ക് നീ പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അത് പോകണോ അച്ഛാ? അവിടെ ചെന്ന് മേഡം ആഗ്രഹിച്ച കാര്യം നടന്നു എന്ന് മേഡത്തിനോട് എനിക്ക് പറയണ്ടേ? അത് പറഞ്ഞിട്ട് വേണ്ടേ എനിക്ക് പോകാൻ? അപ്പോൾ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, ഞാനെന്തായാലും അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ബാലേട്ടൻ പറഞ്ഞു. അച്ഛൻ വരണ്ട, ഞാൻ ഒരു ടാക്സി വിളിച്ചോ അല്ലെ രോഹിത്തിനെ കൂട്ടിയേ പോയിക്കോളാം. അതെന്താണെന്ന് വെച്ചാൽ നീ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് ബാലേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു. അലീന അവിടെ നിന്ന് പോയി. അലീനയാണെങ്കിൽ സങ്കടപ്പെട്ട് ഇറങ്ങി പോകുന്നു. ബാലേട്ടന് ഭയങ്കര സങ്കടം. അലീനയെ വിട്ടു കൊടുക്കുന്നതിൻ്റെ ആ ഒരു വേദനയോട് കൂടി ആ മനുഷ്യനിങ്ങനെ അവിടെ ആകെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീന പോവാനായിട്ട്, അതായത് നമ്മുടെ വൈജയെ കാണാൻ പോവാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങണം. അങ്ങനെ അവിടുത്തെ ഒരു വലിയൊരു ഇതെല്ലാം കഴിഞ്ഞ് അലീന നേരെ കടപ്പാട്ടൂർക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ നമ്മുടെ അലീന ചെന്ന് ഇറങ്ങുമ്പം മനു ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. മനു അലീനയെ കണ്ടപ്പോഴത്തേക്കും രണ്ടുപേർക്കും ഭയങ്കര ഇത്, പ്രത്യേകിച്ച് മനുവിന്. അലീനയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എന്നാ പറയുന്നത്, സ്നേഹത്തോടെ ഒരു വാക്ക് പോലും മനുവിനോട് പറയുന്നില്ല. പക്ഷേ മനുവിനെ സംബന്ധിച്ചിടത്തോളം അലീനയോട് ഭയങ്കര സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ്. അപ്പം ഇങ്ങനെ നിൽക്കുക. ആരാ ഇത്? അലീനയോ? എന്താ ഒരു പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ മേഡത്തോട് യാത്ര പറയാൻ വേണ്ടി വന്നതാ. മേഡത്തോട് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരോടും യാത്ര പറയണമെന്ന് അലീന പറയുമ്പോൾ അപ്പോൾ എന്നോടോ എന്ന് മനു ഇങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും അലീന ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിൽ മനുവിനെ നോക്കുക. മനുവേട്ടാ, ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവാണ്. എന്നോട്
യാത്ര പറയാനൊന്നുമില്ല അല്ലേ? ഇങ്ങനെ മനു അന്നേരം ചോദിച്ചു. മനുവേട്ടാ ഞാൻ അങ്ങനെയൊന്നും മനു ഒന്നും കൂടുതൽ സംസാരിച്ചില്ല. മനു അങ്ങനെ അകത്തേക്ക് കയറിപ്പോരും. എപ്പോഴും അലീനെ ഇങ്ങനെ അവിടെ വിഷമിച്ച പുറത്ത് തന്നെ നിൽക്കുക. യാത്ര പറയാൻ വന്നതല്ലേ, അവിടെ തന്നെ നിന്ന് കളഞ്ഞാൽ എന്താ, കയറി വാ എന്ന് പറഞ്ഞ് മനു ഇങ്ങനെ അലീനയെ വിളിക്കുന്നു. അലീനയാണെങ്കിൽ വിഷമിച്ചിങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ മനു ആണെങ്കിൽ ഫ്രണ്ടിൽ അങ്ങ് പോവുകയും ചെയ്തു. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അലീന ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. വേറൊരു വീട്ടിൽ വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുമല്ലേ. ആ സമയത്ത് അതാണ് ആൻറ്റിയുടെ മുറി, അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ അലീനയാണെങ്കിൽ മനുവേട്ടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ ചെല്ല്, ആൻറ്റിയോട് യാത്ര പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മനു അലീനയെ പറഞ്ഞു വിടുന്നു. അലീന നേരെ വൈജയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഡോറിൽ മുട്ടി ചേച്ചി വന്ന് വാതിൽ തുറന്നു. നോക്കുമ്പോൾ അലീനയെ കണ്ടപ്പോഴത്തേക്കും ചെറുത്താൻ കുരിശ് കാണുന്നത് പോലെ തിരിഞ്ഞങ്ങ് കയറി അങ്ങ് നടന്നു. അവിടെ പോയി ഇങ്ങനെ പറഞ്ഞു കലിപ്പിലിങ്ങനെ നിൽക്കുക. അപ്പോൾ അലീന കയറി വന്നിട്ട് ഇങ്ങനെ അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അമ്മ മോളുടെ മുഖത്ത് പോലും നോക്കുന്നുമില്ല. കലി കയറി ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നു. എന്തിനാ നീ വന്നതെന്ന് വൈജി ചോദിക്കുമ്പോൾ ഞാൻ യാത്ര പറയാൻ വന്നതാണെന്ന് അലീന പറയാട്ടോ. അപ്പോഴത്തേക്കും വൈജി ഇങ്ങനെ കൊലിപ്പിച്ചിങ്ങനെ നോക്കിയാണ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇനി വായിലിരിക്കുന്ന നാവ് അത്ര നല്ലതായതുകൊണ്ട് തോന്നിയതെല്ലാം അലീനയെ വിളിച്ചു പറയും. അലീനയാണെങ്കിൽ പണ്ട് 23 വർഷങ്ങൾക്ക് മുൻപ് ആഗ്രയിൽ ജീവിച്ചതും ആണൊരുത്തൻ്റെ കൂടെ നടന്നതും ഇതെല്ലാം വൈജിയോട് വിളിച്ച് പറയുകയും ചെയ്യും. വൈജി ഇതെല്ലാം കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ആയിട്ട് അടുത്ത കഥയും ഇന്നത്തെ കഥയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. വൈജയുടെ ആ ഒരു കൊമ്പ് നിലത്ത് കുത്തുന്ന കാഴ്ച കാണാൻ നല്ല മനോഹരമായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് നമ്മുടെ കഥകൾ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണേ. സീ യു.